ഇത് തൃപ്രയാർ ക്ഷേത്രം. കേരളത്തിലെ പ്രമുഖ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്ന്. തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിനും കൊടുങ്ങല്ലൂരിനുമിടയിൽ സർവാനുഗ്രഹമൂർത്തിയായി കുടികൊള്ളുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. ചന്ദ്രാപിന്നിയിൽ നിന്നും മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാർക്ക് കടലിൽ നിന്നും 4 വിഗ്രഹങ്ങൾ കണ്ടുകിട്ടി. ഈ വിഗ്രഹങ്ങൾ ഇവർ അധികാരിയായ ബ്ലാഹയിൽ കൈമളയേൽപ്പിച്ചു. തുടർന്ന് നടന്ന ദേവപ്രശ്നത്തിൽ ഈ വിഗ്രഹങ്ങൾ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടേതാണെന്ന് കണ്ടെത്തി. തുടർന്ന് ശ്രീരാമദേവനെ തൃപ്രയാറിലും ഭരതവിഗ്രഹം ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണനെ മൂഴിക്കുളത്തും ശത്രുഘ്നനെ പായമ്മലിലും പ്രതിഷ്ഠിച്ചു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തെ സംബന്ധിച്ച് മറ്റൊരു ഐതിഹ്യവും നിലവിലുണ്ട്. 4 വിഗ്രഹങ്ങൾ കണ്ടുകിട്ടി പ്രശ്നവിധി പ്രകാരം പ്രതിഷ്ഠ നടത്തുവാൻ തീരുമാനിച്ചു. ഈ സമയം തന്നെ പഞ്ചലോഹങ്ങൾ കൊണ്ട് 4 പ്രാവുകളെ ഉണ്ടാക്കി അവയ്ക്ക് ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ പേരുകളിട്ട് പ്രാണപ്രതിഷ്ഠ നടത്തി പറക്കാൻ വിട്ടു. ആ പ്രാവുകൾ പറന്നു ചെന്നിരിക്കുന്ന വിവരം ബ്ലാഹയിൽ കൈമളെ അറിയിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പ്രാവുകൾ യഥാക്രമം ചെന്നിരുന്ന സ്ഥാനങ്ങളിൽ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ 4ാമത്തെ പ്രാവിനെ കാണാൻ കഴിഞ്ഞില്ല. മുഹൂർത്തമെടുത്തപ്പോൾ തന്ത്രിയെ സമീപിക്കുകയും അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥലത്ത് ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രതിഷ്ഠ കഴിഞ്ഞ് തന്ത്രി പുറത്തു വന്നപ്പോൾ 4ാമത്തെ പ്രാവ് പറന്നുവന്ന് നടയുടെ അല്പം തെക്കുമാറി ഇരുപ്പുറപ്പിച്ചു. പ്രതിഷ്ഠ കഴിഞ്ഞ നിലയ്ക്ക് വിഗ്രഹം മാറ്റാൻ പാടില്ലെന്നും പ്രാവിരുന്ന സ്ഥലത്ത് ബലിക്കല്ല് പ്രതിഷ്ഠിക്കാനും തന്ത്രി വിധിച്ചു. തൃപ്രയാർ ക്ഷേത്രത്തിലെ ബലിക്കല്ല് നടയിൽ നിന്നും അല്പം തെക്കുമാറി നിലകൊള്ളുന്നത് ഇതുകൊണ്ടാണത്രേ. ഈ ബലിക്കല്ലിനെ മൂലവിഗ്രഹം പോലെ ഭക്തർ ആരാധിച്ചു വരുന്നു. ശ്രീരാമസ്വാമിയുടെ പ്രധാന വഴിപാട് മീനൂട്ട് നടത്തുക എന്നതാണ്. ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന അരി എറിഞ്ഞുകൊടുത്താണ് മീനൂട്ട് നടത്തുക. ഭാഗവതത്തിലെ മത്സ്യാവതാര കഥയാണ് മീനൂട്ടിൻ്റെ ഐതിഹ്യം. പൂർവാവതാരമായ മത്സ്യത്തെ അന്നമൂട്ടി നടകയറുന്നത് ഏറ്റവും പുണ്യമായി കണക്കാക്കുന്നു.